ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദി ഓൾ റൗണ്ടർ ഗൈ. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബേസിക് എയറോഡൈനാമിക്സ് ഓഫ് പ്ലെയിൻ ആണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ കോൺസെപ്റ്റിൽ നമ്മുടെ ചെറിയ RC പ്ലെയിൻ ആവട്ടെ അല്ലെങ്കിൽ വലിയ എയർലൈനേഴ്സ് അങ്ങനത്തെ വലിയ പ്ലെയിൻസ് ആവട്ടെ, ഇതിൻ്റെ പ്രിൻസിപ്പൽസും കൺട്രോൾ സർഫേസസ് എല്ലാം സെയിം ആയിരിക്കും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരു ബേസിക് ആയിട്ട് നമ്മൾ പ്ലെയിനൊക്കെ എങ്ങനെയാണ് പറക്കുക എങ്ങനെ മനസ്സിലാക്കണമെങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം, സ്കിപ്പ് ചെയ്ത് കാണാം. പിന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങൾക്ക് അഭിപ്രായമൊക്കെ കമൻറ്റ് ബോക്സിൽ ഇട്ടോ. ഓക്കെ, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയ്ക്ക് ഞാൻ കൺട്രോൾ സർഫേസസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം ഓൾറെഡി ഞാൻ ആ വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മുടെ RC മോഡൽ വെച്ചിട്ട് എങ്ങനെയാണ് പ്ലെയിന് നമുക്ക് വിൻഡിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതെന്ന്. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് പ്ലെയിൻ എങ്ങനെ ഫ്ലൈ ആവുമെന്നുള്ളത് നമുക്ക് തിയറി നമുക്ക് നോക്കാം. ഓക്കെ, പിന്നെ കുറച്ച് എക്സാമ്പിൾസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് പ്ലെയിൻ ഇങ്ങനെ പറക്കുന്നത് മനസ്സിലാക്കണമെങ്കിൽ അതിൽ ഫസ്റ്റ് ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫോട്ടോയിൽ കാണാം, ഇതിനകത്ത് 4 ഫോഴ്സാണ് ഒരു പ്ലെയിൻ ഫ്ലൈ ചെയ്യാൻ നേരത്തെ ആക്ട് ചെയ്യുന്നത്. അതായത് ത്രസ്റ്റ് ഫോഴ്സ്. സോ ത്രസ്റ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലെയിനെ പ്രൊപ്പൽ ചെയ്യാനുള്ള ഫോഴ്സിനാണ് ത്രസ്റ്റ് ഫോഴ്സ് എന്ന് പറയുക. അപ്പോൾ അത് അച്ചീവ് ചെയ്യുന്നത് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പിസ്റ്റൺ എഞ്ചിൻ ഇല്ലെങ്കിൽ ടർബോ ഫാൻ അല്ലെങ്കിൽ ടർബോ പ്രൊപ്പലർ എഞ്ചിൻസ് ഒക്കെ വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഡിപ്പെൻഡിങ് അപ്പോൾ ആപ്ലിക്കേഷൻ, അത് എന്ത് ആപ്ലിക്കേഷനും പിന്നെ എന്ത് ടൈപ്പ് ഓഫ് പ്ലെയിൻ ആണ്, അപ്പോൾ അതിന് ചൂസ് ചെയ്ത എഞ്ചിൻ വെച്ചിട്ടാണ് ത്രസ്റ്റ് ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ഫോഴ്സ് ആണ് ഡ്രാഗ്. ഡ്രാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെസിസ്റ്റൻസ് ഫോഴ്സാണ്. അതായത് ആ പ്ലെയിനിലേക്ക് എയർ കൊണ്ട് എത്ര റെസിസ്റ്റൻസ് ഓഫർ ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് എക്സാമ്പിൾ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നോർമലായിട്ട് ഇങ്ങനെ ഓടുക, അത് കഴിഞ്ഞിട്ട് രണ്ടാമത് നമ്മളൊരു ചെറിയ എന്തെങ്കിലും ഒരു പ്ലൈവുഡ് പീസോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു പീസ് വെച്ചിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഫ്രണ്ടിലേക്ക് പിടിച്ചിട്ട് ഓടുക. അപ്പോൾ അങ്ങനെ ഓടാൻ നേരത്ത് നിങ്ങൾക്ക് എയർ കാരണം ഒരു റെസിസ്റ്റൻസ് ഫീൽ ചെയ്യും. അപ്പോൾ അതാണ് ഡ്രാഗ്. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ. അപ്പോൾ നെക്സ്റ്റ് ഫോഴ്സാണ് ലിഫ്റ്റ്. സോ ലിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറൻഷ്യൽ പ്രഷർ, അതായത് പ്രഷർ ഡിഫറൻസും കൊണ്ടാണ് ലിഫ്റ്റ് ഫോഴ്സ് ക്രിയേറ്റ് ആവുന്നത്. അതപ്പോൾ എങ്ങനെയാണ് നമുക്ക് വീഡിയോ മുമ്പിലേക്ക് കാണാൻ നേരത്ത് മനസ്സിലാവും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് താഴേക്ക് ആക്ട് ചെയ്യുന്നതാണ് വെയിറ്റ് ഓഫ് ദി പ്ലെയിൻ. അതായത് നമ്മുടെ എർത്തിന് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉള്ളത് കൊണ്ട് എപ്പോഴും സെൻറ്റർ ഓഫ് ദി എർത്തിലേക്കാണ് ഗ്രാവിറ്റേഷണൽ പുൾ ഉണ്ടാവുക. അതുകൊണ്ട് ആ വെയിറ്റ് താഴേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. അതായത് പ്ലെയിൻ കണ്ടിന്യൂസ് ആയിട്ട് പറക്കാൻ അല്ലെങ്കിൽ എയർബോൺ ആവാൻ വേണ്ടിയിട്ട് വിങ് പ്രോപ്പറായിട്ട് ലിഫ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ എന്താണ് ലിഫ്റ്റ്? അപ്പോൾ ലിഫ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മളിതിപ്പോൾ എയറോപ്ലെയിൻ്റെ വിങ് എടുത്തിട്ട് അതിനിങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മളിതിൻ്റെ ക്രോസ് സെക്ഷൻ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിത് ഈ ഇമേജിൽ കാണുന്ന ഒരു ക്രോസ് സെക്ഷൻ ആയിരിക്കും ഉണ്ടാവുക. അതിനാണ് എയറോഫോയിൽ ഷേപ്പ് എന്ന് പറയാം. അപ്പോൾ ഈ എയറോഫോയിൽ ഷേപ്പിൽ എയർ മൂവ് ആ നേരത്ത് മേളത്തെ ഈ കർവ്ഡ് പോർഷനിൽ കൂടെ കൂടുതൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാനുള്ള കാരണം എയറിൻ്റെ സ്പീഡ് കൂടുതലായിരിക്കും താഴത്തേക്കാളും. ഓക്കെ, അപ്പോൾ എന്താവും, ഈ വെലോസിറ്റി ഓഫ് ദി എയർ കൂടുതലായിരിക്കും മേളിൽ, അപ്പം പ്രഷർ ഡ്രോപ്പ് ആവും, പ്രഷർ റെഡ്യൂസ് ആകും, താഴെ പ്രഷർ ഹൈ ആയിരിക്കും. അപ്പോൾ ഈ പ്രഷർ ഡിഫറൻസ് കൊണ്ടാണ് ഒരു ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ലിഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ബർണോലിസ് പ്രിൻസിപ്പലാണ് ഇത്. അപ്പോൾ ഈ പ്ലെയിൻ ഫ്ലൈ ആവണമെന്നുണ്ടെങ്കിൽ ഈ ലിഫ്റ്റ് ഫോഴ്സ്, അതായത് ഈ ക്രിയേറ്റ് ചെയ്യുന്ന ലിഫ്റ്റ് ഫോഴ്സ് ടോട്ടൽ പ്ലെയിനിൻ്റെ വെയിറ്റിനേക്കാളും കൂടുതലായിരിക്കും. അന്നെങ്കിൽ ടേക്ക് ഓഫ് ചെയ്ത് പ്ലെയിൻ ഇങ്ങനെ പറന്നു പോകാൻ പറ്റുള്ളൂ. സോ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്ക് നോക്കാം, സ്റ്റോൾ. അപ്പോൾ എന്താണ് സ്റ്റോൾ? അപ്പോൾ ഈ വീഡിയോയ്ക്ക് അത് കാണാം. ഇതാണ് സ്റ്റോൾ. അതായത് വിങ് ലിഫ്റ്റ് ക്രിയേറ്റ് ചെയ്യാതെ വരുന്ന സിറ്റുവേഷനെയാണ് സ്റ്റോൾ എന്ന് പറയാം. ഓക്കെ, സോ അതെങ്ങനെയാവുക? അപ്പോൾ സ്റ്റോൾ ആവാനുള്ള ഒന്നാമത്തെ കാര്യം വിൻഡ് സ്പീഡ് ഇല്ലാത്തത് കൊണ്ട്. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള വിൻഡ് സ്പീഡ് ഇല്ലെങ്കിൽ സഫീഷ്യൻ്റ് ആയിട്ടുള്ള ലിഫ്റ്റ് ക്രിയേറ്റ് ചെയ്തില്ല, അതുകൊണ്ട് എയറോഡൈനാമിക് സ്റ്റോൾ ആകും. സോ രണ്ടാമത്തത് ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് അറ്റാക്കിനേക്കാളും കൂടുതൽ ആംഗിൾ എടുക്കുന്നതുകൊണ്ട് സ്റ്റോൾ ആകും, അതായത് ലിഫ്റ്റ് നേരം ക്രിയേറ്റ് ആവില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്, വാട്ട് ഇസ് ആംഗിൾ ഓഫ് അറ്റാക്ക്. അപ്പോൾ എന്താണ് ആംഗിൾ ഓഫ് അറ്റാക്ക്? അപ്പോൾ ആംഗിൾ ഓഫ് അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് ഇമേജിൽ കാണാം, ഇതാണ് നമ്മുടെ എയറോഫോയിൽ ഷേപ്പ്. അപ്പോൾ ഈ എയറോഫോയിൽ ഷേപ്പിൻ്റെ ഫ്രണ്ട് പോർഷനെ ലീഡിങ് എഡ്ജ് എന്ന് പറയും, ബാക്ക് എഡ്ജിനെ ട്രെയിലിംഗ് എഡ്ജ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ ലീഡിങ് എഡ്ജ് ടു ട്രെയിലിംഗ് എഡ്ജിലേക്കുള്ള ഡിസ്റ്റൻസ്, ആ ലെങ്ത്തിനെയാണ് കോഡ് ലെങ്ത് എന്ന് പറയാം. അപ്പോൾ ഈ കോഡ് ലെങ്ത്തിന് റെസ്പെക്റ്റീവ് ആയിട്ടുള്ള വിൻഡ്, റിലേറ്റീവ് വിൻഡ്, ആ വിൻഡും ഈ കോഡ് ലെങ്ത് തമ്മിലുള്ള ആംഗിളിനെയാണ് ആംഗിൾ ഓഫ് അറ്റാക്ക് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ആംഗിൾ ഓഫ് അറ്റാക്ക് AOA എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഓക്കെ, സോ ഈ ആംഗിൾ ഓഫ് അറ്റാക്ക് ഇൻക്രീസ് ആകുന്നതനുസരിച്ച് ലിഫ്റ്റ് ഫോഴ്സ് ഇൻക്രീസ് ആകും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഷർ ഡിഫറൻസ് കൂടിക്കൊണ്ട് വരും. അതായത് മേളിൽ പ്രഷർ പിന്നെയും കുറയും, താഴെ പിന്നെയും കൂടും. അപ്പോൾ ആ ഒരു സർട്ടൻ എക്സ്റ്റെൻറ്റ് വരെയും ആ ലിഫ്റ്റ് ഫോഴ്സ് അങ്ങനെ കൂടിക്കൊണ്ട് വരും. അത് സർട്ടൻ എക്സ്റ്റെൻറ്റ് എന്ന് പറഞ്ഞ കാരണം ഒരു ആംഗിൾ ഓഫ് അറ്റാക്ക് കഴിയാൻ നേരത്ത് ലിഫ്റ്റ് ഭയങ്കരമായിട്ട് ഡ്രോപ്പ് ആവും. ഓക്കെ, അതായത് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഈ ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് അറ്റാക്ക് കഴിയാൻ നേരത്ത് ഈ ഫ്ലോ, അതായത് ലാമിനാർ ഫ്ലോ ആയിരിക്കും ഈ ലിഫ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ നേരത്തുള്ളത്. അപ്പോൾ ഇത് ടർബുലൻ്റ് ആയിട്ട് മാറും. അതായത് വിൻഡ് സെപ്പറേഷൻ ഉണ്ടാവും എയറോഫോയിലിനകത്ത് നിന്ന്. അത് കഴിഞ്ഞിട്ട് ബാക്കിൽ നമുക്ക് ടർബുലൻ്റ് ഉണ്ടാവും, ടർബുലൻ്റ് ഫ്ലോ ആയിരിക്കും ഉണ്ടാവുക. അതായത് ഒരു ഡിസ്റ്റർബഡ് എന്ന് നമുക്ക് പറയാം, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ.
ഓക്കെ, അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിഫ്റ്റ് ക്രിയേറ്റ് ആവുന്നത് കുറയും. സോ ആ ലിഫ്റ്റ് കുറയുന്നതുകൊണ്ട് പ്ലെയിൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ ലിഫ്റ്റ് ഇല്ലാതെ ഫ്ലൈ ചെയ്യാൻ പറ്റില്ല, അപ്പം സ്റ്റോൾ ആവും. അപ്പോൾ അതാണ് എയറോഡൈനാമിക് സ്റ്റോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് ചെറിയൊരു എക്സാമ്പിളായിട്ട് ഞങ്ങളുടെ ഒരു മിനി പ്രോജക്റ്റ് റിപ്പോർട്ടുണ്ട്. സോ അതിനകത്ത് നിന്ന് ഞങ്ങൾക്കൊരു പ്രഷർ കൗണ്ടറും വെലോസിറ്റി കൗണ്ടറും പിന്നെ ലിഫ്റ്റ് വേഴ്സസ് ആംഗിൾ ഓഫ് അറ്റാക്കും പിന്നെ ഡ്രാഗ് വേഴ്സസ് ആംഗിൾ ഓഫ് അറ്റാക്കിൻ്റെ ചെറിയൊരു ഗ്രാഫ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ മിനി പ്രോജക്റ്റിൻ്റെ റിപ്പോർട്ട്. സോ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് പല ആംഗിൾ ഓഫ് അറ്റാക്കിന് എങ്ങനെയാണ് ലിഫ്റ്റ് ഫോഴ്സും ഡ്രാഗ് ഫോഴ്സും റിയാക്ട് ചെയ്യാന്നുള്ളതിൽ നമുക്ക് ഗ്രാഫൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം, ഇതിപ്പോൾ ആംഗിൾ ഓഫ് അറ്റാക്ക് 0 ഡിഗ്രിക്കാണ്. ഇപ്പോൾ 0 ഡിഗ്രിക്ക് ഇതിപ്പോൾ ഇത് ലിഫ്റ്റ് ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഇത് പിന്നെ ഇവിടെ വെലോസിറ്റി ഓഫ് ദി എയർ കൂടുതലായിരിക്കും. അങ്ങനെ ഇതിപ്പം ആംഗിൾ ഓഫ് അറ്റാക്ക് 2 ഡിഗ്രിക്കുള്ളതാണ്. അങ്ങനെ ഓക്കെ. സോ ഇതുണ്ടോ, ഇപ്പോൾ ഞങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ വിൻഡ് സെപ്പറേഷൻ ആകാൻ തുടങ്ങുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ആംഗിൾ ഓഫ് അറ്റാക്ക് 10 ഡിഗ്രിക്കാണ് കേട്ടോ. ആംഗിൾ ഓഫ് അറ്റാക്ക് 10 ഡിഗ്രിക്ക് വിൻഡ് സെപ്പറേഷൻ തുടങ്ങി. ഓക്കെ, അപ്പോൾ ആംഗിൾ ഓഫ് അറ്റാക്ക് 12 ഡിഗ്രി ആയപ്പോഴത്തേന് ടർബുലൻസ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇതുകൊണ്ട് ആംഗിൾ ഓഫ് അറ്റാക്ക് 14 ആയപ്പോഴത്തേന് നല്ലപോലെ ടർബുലൻസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്കിവിടെ ലിഫ്റ്റ് ഫോഴ്സ് പോയി. ഓക്കെ, അപ്പോൾ ഇതിൽ കൺക്ലൂഡ് ചെയ്യുന്ന ഗ്രാഫാണ് ഞാൻ കാണിച്ചു തരുന്നത് പറഞ്ഞാൽ. അപ്പോൾ ഇതാണ്. സോ ഇതാണ് കോഎഫിഷ്യൻറ്റ് ഓഫ് ലിഫ്റ്റ് വേഴ്സസ് ആംഗിൾ ഓഫ് അറ്റാക്ക്, ഇത് കോഎഫിഷ്യൻറ്റ് ഓഫ് ഡ്രാഗ് വേഴ്സസ് ആംഗിൾ ഓഫ് അറ്റാക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാം ആംഗിൾ ഓഫ് അറ്റാക്ക് കൂടുന്നതനുസരിച്ച് ലിഫ്റ്റ് ഫോഴ്സ് കൂടിക്കൊണ്ട് വരും. ഓക്കെ, കണ്ടോ. പക്ഷേ ആംഗിൾ ഓഫ് അറ്റാക്ക് 10 കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ടോ ലിഫ്റ്റ് ഡ്രോപ്പ് ആകാൻ തുടങ്ങി, കാരണം വിൻഡ് സെപ്പറേഷൻ ടർബുലൻസ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇതാണ് ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് അറ്റാക്ക് എന്ന് പറയാം. അപ്പോൾ ഇനി ഞാൻ ആംഗിൾ ഓഫ് അറ്റാക്ക് 15 ഡിഗ്രി ഒക്കെ പോകുമ്പോഴത്തേന് സ്റ്റോൾ ആകും. ഓക്കെ, അപ്പോൾ ഇത് ഇനി ഡ്രാഗിൻ്റെ ബിഹേവിയറാണ്. അപ്പോൾ ആംഗിൾ ഓഫ് അറ്റാക്ക് കൂടുന്നതനുസരിച്ച് ഡ്രാഗ് ഒന്ന് കൂടി പിന്നെ കുറഞ്ഞ് പിന്നെ സഡൻ ഇൻക്രീസ് ആണ് ആകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഇത്തരം പറഞ്ഞാലേ അപ്പോൾ നമുക്ക് സ്റ്റോൾ ആയി കഴിഞ്ഞാൽ റിക്കവർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ സ്റ്റോൾ ആയി കഴിഞ്ഞാൽ റിക്കവർ ചെയ്യാൻ പറ്റും. അതായത് ഈ സ്റ്റോൾ ആ നേരത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾട്ടിറ്റ്യൂഡ് ഡ്രോപ്പ് ആവും, നമുക്ക് അതിനിട്ട് സ്റ്റോളിന് റിക്കവർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഈ എയർലൈനേഴ്സൊക്കെ ഫ്ലൈ ചെയ്യുന്ന പൈലറ്റ്സ് ഇതിന് വേണ്ടിയിട്ട് ട്രെയിൻ ചെയ്യും, അവർക്ക് ട്രെയിനിങ് പ്രോസസ്സ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ RC പ്ലെയിൻ ഫ്ലൈ ചെയ്യുകയാണെങ്കിലും സെയിം സിനാരിയോ വരും, അതായത് സ്റ്റോൾ ആവും. അതായത് പ്രോപ്പർ വിൻഡ് സ്പീഡ്, അതായത് നമ്മൾ പ്രോപ്പർ സ്പീഡ് അറ്റൈൻ ചെയ്തില്ലെങ്കിൽ സ്റ്റോൾ ആവും. അപ്പോൾ ഈ ലാൻഡിങ് ടൈമിൽ അപ്രോച്ചിങ് സ്പീഡ് കുറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോൾ ആവും. അപ്പോൾ നമുക്കത് റിക്കവർ ചെയ്യാനുള്ള ടൈം ഉണ്ടാവില്ല, കാരണം ആൾട്ടിറ്റ്യൂഡ് അന്നേരം ഭയങ്കര താന്നായിരിക്കും, നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റില്ല, അന്നേരം ക്രാഷ് ആവും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങൾ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ഇറ്റ്സ് മീ അഭിലാഷ് സൈനിങ് ഔട്ട്. ബൈ.